ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഇന്ന് ഗതാഗത മന്ത്രി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവന പിൻവലിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണി അന്ന് ജനങ്ങളോട് കൊടുത്ത വാഗ്ദാനം എല്ലാ ബസ്സുകളിലും യാത്രാ സൗജന്യം എന്നായിരുന്നു. അവിടെ ഓർഡിനറി എന്നോ സൂപ്പർ ഫാസ്റ്റ് എന്നോ ഫാസ്റ്റ് പാസഞ്ചർ എന്നൊന്നും അന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ ആ വാഗ്ദാനത്തിൽ പിന്നോട്ട് പോയി ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം കൊടുത്തു. ആ ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം വിവിധ ഘട്ടങ്ങളിൽ അനുഭവിച്ച ആ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അങ്ങേയറ്റം ആക്ഷേപം ചൊരിയുന്ന ഭാഷയിൽ നിങ്ങൾക്കെല്ലാം പണമുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ ഔദാര്യം പറ്റുന്നത് എന്നാണ് മന്ത്രി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാഗ്ദാനം നൽകി അതിൻ്റെ ഭാഗമായിട്ട് വോട്ടുകളെല്ലാം സമാഹരിക്കുക, അങ്ങനെ വോട്ടെല്ലാം കിട്ടി MLA ആയി മന്ത്രിയായതിനു ശേഷം ആ വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹാസത്തോടുകൂടി പുച്ഛത്തോടുകൂടി കാണുന്ന സമീപനം അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മറ്റ് മന്ത്രിയുടെ പ്രഖ്യാപനം നോക്കണം. മന്ത്രി പറയുകയാണ്, എന്തിനാണ് ഈ കുട്ടികളെ നിങ്ങൾ സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കാൻ വിടുന്നു, എന്നിട്ട് ആ സ്വകാര്യ സ്കൂളിൽ പഠിക്കാൻ വിട്ട അമ്മമാർ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിക്കിത്തിരക്കി ഈ ബസ്സിൽ കയറുന്നു എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ കുട്ടികളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം രക്ഷിതാക്കൾക്ക് വിടണം. എന്തിനാണ് മന്ത്രി അത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത്? നിങ്ങൾ ഒരു വാഗ്ദാനം നൽകിയിട്ട് ആ വാഗ്ദാനം കുട്ടിഘോഷിച്ച് അത് നടപ്പിലാക്കിയവരല്ലേ നിങ്ങൾ? ആ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളൊരു സൗജന്യം അനുഭവിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? ഇതെല്ലാം സർക്കാരിൻ്റെ പണമല്ലേ, ജനങ്ങളുടെ പണമല്ലേ, നികുതിക്കാശല്ലേ? അപ്പം അങ്ങനെ ജനങ്ങളുടെ നികുതിക്കാശ് ഉപയോഗിച്ചിട്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, അത് നടപ്പിലാക്കുക, അതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കുക, അത് ശരിയായ നടപടിയല്ല എന്നാണ് DYFI ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ആക്ഷേപം ജനങ്ങൾ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നു എന്നാണ്. സർക്കാർ ആശുപത്രികളെ ജനങ്ങളെല്ലാം സമീപിക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ ഒരു മന്ത്രി ചെയ്യേണ്ടത്? സർക്കാർ ആശുപത്രികളെ ജനങ്ങളെല്ലാവരും സമീപിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. കാരണം സ്വകാര്യ ആശുപത്രികളെ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അഭിമാനിക്കണം, അത് പ്രോത്സാഹിപ്പിക്കണം, അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റണം. അതിന് പകരം എന്താ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ സർക്കാർ ആശുപത്രിയിൽ വരുന്നത്? നിങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൂടെ എന്നാ ചോദിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയുടെ വക്താവായിട്ട് കേരളത്തിലൊരു മന്ത്രി മാറുന്നത് ശരിയാണോ? എന്ത് താല്പര്യമാണ് ഇതിന് പിന്നിലുള്ളത്? വിശദീകരിക്കണം UDFിൻ്റെയും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. കാരണം സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ലാഭകരമായ നിലയിൽ അവർക്ക് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രി തന്നെ നേരിട്ടിറങ്ങിയിട്ട് സ്വകാര്യ ആശുപത്രിയുടെ വക്താക്കളായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് DYFI അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരളീയ പൊതുസമൂഹത്തോട് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ഒന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്.